ലൈവിൽ നമ്മുടെ പൂജ പൊട്ടിക്കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നടുവേദന എടുത്ത് സഹിക്കാൻ പറ്റാതെയാണ് കേട്ടോ പൂജ കരയുന്നത്. അപ്പോൾ ശരണ്യ സപ്പോർട്ടായിട്ട് കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ മെഡിക്കൽ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ മെഡിക്കൽ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് പൂജ കൂടുതലായിട്ട് കരയുന്നത്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് കുറേ ഓടിയില്ല, അതുകൊണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ എന്നൊക്കെ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ടാസ്കിന് മുമ്പ് തന്നെ ഇവിടെ വന്നതിന് ശേഷം 2 പ്രാവശ്യം എനിക്ക് ഇതുപോലെ വേദന തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് വലിയ രീതിയിലില്ലായിരുന്നു. പക്ഷേ ഇന്നലത്തോടു കൂടി അതങ്ങ് കയറി വലിയ രീതി വേദനയായി. എനിക്ക് നടക്കാൻ ഇരിക്കാൻ ഒന്നും പറ്റുന്നില്ല, അത്ര വേദനയുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ സിബിനൊക്കെ ഇത് കേട്ട് വരുമ്പോൾ സിബിൻ പറയുന്നുണ്ട്, മെഡിക്കൽ റൂമിൽ പോയാലോ, ബിഗ് ബോസിനോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൂജ പറയുന്നു, ഞാനിപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, അവിടെ പോയിട്ട് എന്തായി, അവരെന്ത് പറഞ്ഞു എന്ന് സിബിൻ ചോദിക്കുന്നുണ്ട്. പെയിൻ കില്ലർ തന്ന് വെച്ചിട്ടുണ്ട്, ഇനി ബാക്കി പിന്നെ നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും പൂജ വളരെ മികച്ച ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ പൂജയ്ക്ക് ആരോഗ്യപരമായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. മുന്നോട്ട് പൂജയ്ക്ക് നന്നായി കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.